നിങ്ങൾ ഇങ്ങനെയുള്ള സോഡ കുടിക്കരുത്. ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ അവരെന്തായാലും സഫർ ചെയ്യേണ്ടി വരും. നമസ്കാരം, ഞാൻ ഡിക്സൺ ജെയിംസ്. എല്ലാവർക്കും ചിയേഴ്സ് ഡിക്സൺ ടോക്സിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളുടെ സോഡ, നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഡ്രിങ്കാണ് സോഡ എന്ന് പറയുന്നത്. വളരെ ചീപ്പായിട്ടുള്ളൊരു ഡ്രിങ്കാണ്, ഏറ്റവും വില കുറഞ്ഞ ഡ്രിങ്കാണ് സോഡ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് സോഡ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾ ഇങ്ങനെയുള്ള സോഡ കുടിക്കരുത്. ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഇത് ഓരോ ബോട്ടിൽസും ഓരോ ബ്രാൻഡ് നെയിമിൻ്റെയാണിത്. മനസ്സിലായോ? ഇത് ഒരു അഡ്രസ്സോ മാനുഫാക്ചറിങ്ങോ ആരാ ചെയ്യുന്നതെന്നോ ഒരു ബ്രാൻഡ് നെയിമോ ഒന്നും ഇല്ലാത്ത സോഡകളാണിത്. അപ്പോൾ ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇത് ആരാണ് ഉൽപ്പാദിപ്പിച്ചതെന്നോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നം, കാരണം ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടം, വെള്ളം പൊല്യൂട്ടഡ് ആയിട്ടുള്ള കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ഇത് ആരാണ് ഉൽപ്പാദിപ്പിച്ചതെന്നുള്ള അഡ്രസ്സ് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് നോക്കാൻ പാടുള്ളൂ. ഈ സമയത്ത് നമ്മൾ ആരും തന്നെ അത് ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 90% സോഡ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളും സ്വന്തം ബ്രാൻഡ് നെയിമിലുള്ള ബോട്ടിലല്ല ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റുള്ളവരുടെ സെക്കൻഡ് ഹാൻഡ് ബോട്ടിൽ സ്ക്രാപ്പിൽ നിന്നോ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് യൂസേഴ്സിന്റെ അടുത്തുനിന്നോ വാങ്ങിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, ഏറ്റവും കൂടുതൽ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങൾ പകരുന്നത് ഈ സോഡ വെള്ളം അതിനകത്തൂടെ തന്നെയാണ് പകരുന്നത്. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പോൾ നല്ല ഉൽപാദകരുടെ അടുത്തുനിന്ന് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവിടുത്തെ 95% സോഡയിലും മാനുഫാക്ചറിംഗ് ഡേറ്റ് ഇല്ല, എക്സ്പയറി ഇല്ല, ആരോ ഉൽപ്പാദിപ്പിക്കുന്നതെന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇനി സോഡ വാങ്ങുമ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ മിക്സഡ് ബോട്ടിൽസ് ആരാണോ ഉപയോഗിക്കുന്നത് അവരെന്തായാലും സഫർ ചെയ്യേണ്ടി വരും. കാരണം ഈ അടുത്ത കാലഘട്ടങ്ങളിൽ ഉണ്ടായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ജലം വഴി അല്ലെ കുടിക്കുന്ന ജലം വഴി ഉണ്ടാവുന്ന രോഗങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഈ സോഡയിലൂടെ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത പ്രാവശ്യം സോഡ ഉപയോഗിക്കുമ്പോൾ ഇത് എല്ലാം ശ്രദ്ധിക്കണം. മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയറി, ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണോ അവരുടെ അഡ്രസ്സ് ഉണ്ടോയെന്ന് ഉറപ്പുവരുത്തണം. ഫുഡ് സേഫ്റ്റി ലൈസൻസ് ഉള്ളവരാണോ ഇത് സപ്ലൈ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇത് നമ്മളുടെ ചിയേഴ്സ് പ്രീമിയം ക്ലബ് സോഡയാണിത്. നമ്മളുടെ ബോട്ടിലിൽ ഞാനൊരു കമ്പാരിസൺ സ്റ്റഡിയാണ് ഞാൻ ഇതിനകത്ത് നടത്തുന്നത്. നമ്മളുടെ ബോട്ടിലിൽ മാനുഫാക്ചറിംഗ് ആൻഡ് എക്സ്പയറി ഇതിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രോഡക്റ്റ് നമ്മളുടെ അഡ്രസ്സ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ISO സർട്ടിഫിക്കേഷൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ കസ്റ്റമർ കെയർ, നമ്മളുടെ മാനുഫാക്ചറിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ക്യാപ്പിലാണ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ സോഡ ഉപയോഗിക്കുന്നത് 6 മാസമാണ് ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം 6 മാസത്തിനുള്ളിൽ ഈ സോഡ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത പ്രാവശ്യം ഒരു സോഡ വാങ്ങി ഉപയോഗിക്കുമ്പോൾ, നിങ്ങൾ കുടിക്കാൻ വേണ്ടി വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും മാനുഫാക്ചറിംഗ് ഡേറ്റും എക്സ്പയറിയും അഡ്രസ്സ് ഉണ്ടാകുന്നുള്ളത് നോക്കുക. അത് ബ്രാൻഡ് ഏതാണെന്നുള്ളത് ശ്രദ്ധിക്കുക. ഇതില്ലാന്നുണ്ടെങ്കിൽ അത് വിൽക്കുന്ന കടക്കാരനോട് ഇത് എന്താണ് എന്നുള്ളത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് അത് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരാണ് അതിന് സഫർ ചെയ്യേണ്ടി വരുന്നത്. അടുത്തൊരു വേറിട്ട വീഡിയോ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.